46 ഇപ്പം മുജീബ് ഓതിയ 45-46 ആയത്തുകളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ അതൊന്ന് പാരായണം ചെയ്യാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتراهم يعرضون عليها خاشعين من الذل ينظرون من طرف خفي وقال الذين آمنوا إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا إن الظالمين في عذاب مقيم وما كان لهم من أولياء ينصرونهم من دون الله ومن يضلل الله فما له من سبيل. وتراهم يعرضون عليها خاشعين من الذل ينظرون من طرف خفي وقال الذين آمنوا إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا إن الظالمين في عذاب مقيم وما كان لهم من أولياء ينصرونهم من دون الله ومن يضلل الله فما له من سبيل. ഓക്കെ, ഇതാണ് 45-46 ആയത്തുകൾ. ഇത് ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. വതറാഹും യുഅറദൂന അലൈഹ, അവിടെയുള്ള അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഖാശിഈന മിനദ്ദുല്ലി മിനദ്ദുല്ലി യൻദുറൂന മിൻ ത്വർഫിൻ ത്വർഫിൻ ഖഫീല. ഫാഇന് ശേഷം ദീർഘല്ല, ഫീ എന്ന് പറയരുത്. കണ്ട, ത്വർഫിൻ അവിടെ ഇൽഹാറാണ്. തെൻവീൻ, സുക്കൂനുള്ള നൂനിനോ തെൻവീനിനോ ശേഷം 6 അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരാണ് ഖാ. ആ ഖാ വന്ന എന്ത് പറയണം? ത്വർഫിൻ. ത്വർഫിൻ നൂനിനെ എന്ത് ചെയ്യണം? നാവ മോണന്റെ മോൾ പോയി തട്ടണം, ത്വർഫിൻ പറയണം. പിന്നെ ഖഫി, അവിടെ ഫീ ഖഫീ എന്ന് പറയരുത്, ഖഫി. അവിടെ ഫ കഴിഞ്ഞിട്ട് ദീർഘല്ല, ഈകാരല്ല, ഖഫീർ പറയരുത്, ഖഫി. ഓക്കെ. വഖാലല്ലദീന, ഇനി ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആമനു, അതേപോലെ തന്നെ ഖസിറു അൻഫുസഹും, അവിടെയൊക്കെ ഉള്ള ആ കണ്ട നിങ്ങൾ, ആ എന്ന് തൊള്ള അങ്ങനെ പെരുപ്പിച്ചിട്ട് ആ എന്ന് പറയരുത്, ആ എന്നാണ്. അതിന് അറബിയിൽ ഒരു നമ്മുടെ തജ്വീദില് ഒരു പ്രയോഗമുണ്ട്, ഇസ്തിഫാൽ എന്ന് പറയും. അങ്ങനെ പരത്തി പറയുന്ന അക്ഷരങ്ങൾ എന്ന് പറയും. ആ എന്നത് നോർമലി പരത്തി ആ എന്നല്ല പറയേണ്ടത്, ആ. അപ്പൊ ഇന്നല്ലദീന ആമനു എന്ന് പറയരുത്,
ഇന്നല്ലദീന ആമനു ആമനു ഇന്ന അല്ല ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും എന്ന് പറയരുത്. അല്ല അൻഫുസഹും. നിങ്ങൾ എന്റെ മുഖം കാണുന്നുണ്ടാകും. അ എന്നാണ്. ഒ അല്ല. വ അഹ്ലീഹിം അല്ല. വ അഹ്ലീഹിം യൗമൽ ഖിയാമ അല ഇന്ന ളാലിമീന ഫീ അദാബിൻ. അവിടെ വാ കഴിഞ്ഞിട്ട് ലാമിന് ശദ്ദില്ല. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? വാ കഴിഞ്ഞിട്ട് ലാമിന് അല്ലാലില്ല അല്ലാലിമീന അല്ലാലിമീന ഫീ അദാബിൻ മുഖീം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ആയത്തിലും അവസാനം ലഹു മിനസ്സബീൽ അല്ല മിൻസബീൽ. ഇത്രയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തത് 44-ാമത്തെ ആയത്തായിരുന്നു. അതിന്റെ ആയത്തോതി പലരും അർത്ഥം പറഞ്ഞു. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ വലിയ്യിൻ മിൻ ബഅദി വതറ الظالمين لما رأوا العذاب يقولون هل إلى مرد من سبيل. അല്ലാഹു ഏതൊരുവനെ വഴി പിഴവിലാക്കിയോ അവന് അതിനുശേഷം യാതൊരു രക്ഷാധികാരിയുമില്ല. ശിക്ഷ നേരിൽ കാണുമ്പോൾ ഒരു തിരിച്ചുപോക്കിന് വല്ല മാർഗവുമുണ്ടോ എന്ന് അക്രമികൾ പറയുന്നതായി നിനക്ക് കാണാം. ഇതാണ് 44-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചത്. ശരി, അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കിയത് ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നും അള്ളാഹു ആരെയൊക്കെയാണ് നേർമാർഗത്തിലാക്കുന്നത്, ആരെയാണ് അള്ളാഹു വഴികേടിലാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ മനുഷ്യൻ മടക്കം ആഗ്രഹിക്കുന്ന ഒരു 4 സമയം നമ്മൾ പറഞ്ഞിരുന്നു. അതൊന്ന് മരണവേളയാണ്, രണ്ടാമത്തത് വിചാരണ വേളയാണ്, അതേപോലെ തന്നെ ശിക്ഷ കാണുന്ന സമയത്ത്, നരകത്തിൽ നിന്ന്, അങ്ങനെ 4 സമയങ്ങളെ കുറിച്ച് അതിന്റെ വിശദീകരണവും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ശരി, ഇനി 45-ാമത്തെ ആയത്ത് എന്താണ്? വതറാഹും യുഅറദൂന അലൈഹാ ഖാശിഈന മിനൽ-ദുല്ലി യൻദുറൂന മിൻ തർഫിൻ ഖഫി വഖാല الذين آمنوا ഇന്നൽ ഖാസിരീന الذين خسروا أنفسهم وأهليهم. അവിടെ അൻഫുസഹും എന്ന് ഓതരുത്. അവിടെ മീം സുക്കൂനുള്ള മീമിന് ചുണ്ട് കൂടണം. അൻഫുസഹും വ അഹ്ലീഹിം യ എന്നാണ് ഓതേണ്ടത്. ശരി, അഹ്ലീഹിം യൗമൽ ഖിയാമ അല ഇന്നൽ ളാലിമീന ഫീ അദാബിൻ മുഖീം. അർത്ഥം എന്താണ്? നിന്യതയാൽ കീഴൊതുങ്ങിയവരായിക്കൊണ്ട് അവർ അതിന്, അതായത് നരകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് നിനക്ക് കാണാം. ഒളികണ്ണിട്ടായിരിക്കും അവർ നോക്കുന്നത്. വിശ്വസിച്ചവർ പറയും, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സ്വദേഹങ്ങളും തങ്ങളുടെ സ്വന്തക്കാരും നഷ്ടപ്പെട്ടവരാരോ അവർ തന്നെയാകുന്നു തീർച്ചയായും നഷ്ടക്കാർ. ശ്രദ്ധിക്കുക, തീർച്ചയായും അക്രമികൾ നിരന്തരമായ ശിക്ഷയിലാകുന്നു. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഒന്ന്, അവിശ്വാസികളായ ആളുകൾ പരലോകത്ത് അവരെ നരകത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നൊരു രംഗം ഒന്നാമത്തത്. രണ്ടാമത്തത്, അത് കാണുന്ന സമയത്ത് സത്യവിശ്വാസികളുടെ ഒരു കമന്റ്. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ ഒരു പ്രസ്താവന. ഈ 3 സംഭവമാണ്. ഒന്നാമത്തെ ഇടം വരെയാണ്, ഖഫീ വരെ. വതറാഹും യുറദൂന അലൈഹാ ഖാശിഈന മിനൽ-ദുല്ലി യൻദുറൂന മിൻ തറഫിൻ ഖഫീ. പ്രവാചകനോട് അല്ലാഹ് പറയാണ്, പ്രവാചകരെ അവരെ നിങ്ങൾക്ക് കാണാം. എന്താണ്? എങ്ങനെ? നരകത്തിന്റെ മുമ്പിൽ അവരെങ്ങനെ പ്രദർശനത്തിന് കൊണ്ടുവരും, അല്ലെങ്കിൽ നരകം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ആ സമയത്ത് വളരെ നിസ്സഹായരായിട്ട് ആ നരകത്തിനെ ഇങ്ങനെ നോക്കും. ആ ഒരവസ്ഥ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടേ. അപ്പോ സത്യവിശ്വാസികളായ ആളുകൾ സ്വർഗത്ത് നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. സത്യവിശ്വാസികള് സ്വർഗത്തുനിന്ന് നരകാവകാശികളെ കുറിച്ചും നരകാവകാശികളോടും, നരകാവകാശികൾ നരകത്തുനിന്ന് സ്വർഗാവകാശികളോടൊക്കെ ഉള്ള സംഭാഷണം പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ അവര് സ്വന്തം പറയാണ്. ആര്? സത്യവിശ്വാസികൾ പറയാണ്. എന്താ പറയുന്നത്?
നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ ശരിക്ക് ഇപ്പം നഷ്ടം പറ്റിയവനാണ്. അതായത് പരലോകത്ത് സ്വന്തത്തെയും സ്വന്തക്കാരെയും നഷ്ടപ്പെടുത്തിയവനാണ് യഥാർത്ഥ നഷ്ടക്കാരൻ. അറിയണേ, അക്രമികളായ, മൂന്നാമത്തെ പാർട്ട്, അക്രമികളായ ആളുകൾ നിരന്തരമായ, ഒരിക്കലും നിലയ്ക്കാത്ത, രക്ഷയില്ലാത്ത ശിക്ഷയിലാകുന്നു എന്നാണ്. നരകത്തെ പ്രദർശിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഫിർഔനിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഫിർഔനെ കൊണ്ടുവരും. എവിടെ? നരകത്തിന്റെ മുമ്പിൽ. അള്ളാഹു സൂറത്ത് ഗാഫിറിൽ പറഞ്ഞത് കാണാം. അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യ. നരകം അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. ആരുടെ മുമ്പിൽ? ഫിർഔന്റെ മുമ്പിൽ, അവന്റെ ആളുകളിൽ മുമ്പ്. വയൗമ തഖൂമുസ് സഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. ഖിയാമത്ത് നാളിൽ, അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം ഫിർഔന്റെ ആളുകളെ ഏറ്റവും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിക്കുക എന്ന് കൽപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പം ഖിയാമത്ത് നാൾ വരെ, ഇത് ഖിയാമത്ത് നാളിന് ശേഷം, ഖിയാമത്ത് നാളായി പരലോകത്തുള്ള അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ആയത്ത് പറഞ്ഞത്. ഇവിടെ സൂറത്ത് ഗാഫിറില് 43-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? ആ ഫിർഔനും ഫിർഔന്റെ ആളുകൾക്ക് മുമ്പിൽ എന്നും, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും യുഅറദൂന അലൈഹാ, അവരെ എവിടെ കൊണ്ടുവരും? രാവിലെയും വൈകുന്നേരവും അവർ അതിനു മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും, നരകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. ഇനി പരലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോകത്ത് ഈ ആയത്ത് എന്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്? യൗമ യുഅറദൂന അലൈഹാ, അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം. ആ പ്രദർശിപ്പിക്കപ്പെടും എന്ത്? നരകം പ്രദർശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയണം. യഥാർത്ഥത്തിൽ പരലോകത്ത് 2 തരത്തിലുള്ള പ്രദർശനങ്ങളാണ് നടക്കാൻ. ഒന്ന്, മനുഷ്യന്റെ കർമ്മങ്ങൾ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. നമ്മള് ഈ മഅറദ് എന്നൊക്കെ പറഞ്ഞാൽ, നമ്മള് മിശ്രിഫിൽ കണ്ടില്ല മഅറദ്? എന്താ മഅറദ്? എല്ലാ തരം കമ്പനികളുടെയും എല്ലാ തരം സാധനങ്ങളുടെയും എക്സിബിഷൻ അവിടെ പ്രദർശിപ്പിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ മഅറദ് എന്ന് പറഞ്ഞ ആ പ്രദർശനമാണ്. പരലോകത്ത് മനുഷ്യന്റെ കർമ്മങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കും. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. സൂറത്ത് ഹാഖയിലെ 18-ാമത്തെ ആയത്താണ്. എന്താണ്? അർത്ഥം മാറ്റം പറഞ്ഞു. ആ ദിവസം എന്താണ്? അവരുടെ മുമ്പിൽ എന്താണ്? കർമ്മങ്ങൾ എന്ത് ചെയ്യും? അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അവിടെ ഒന്നുപോലും എന്താവില്ല, അവർക്കവിടെ മറച്ചു വെക്കപ്പെടുകയില്ല. ഒന്നുപോലും മറച്ചു വെക്കപ്പെടുകയില്ല. രണ്ടാമത്തത്, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പ്രദർശിപ്പിക്കണം. ഒന്ന്, മനുഷ്യന്റെ കർമ്മങ്ങൾ അവിടെ ഹാദറാന്ന് പറഞ്ഞാൽ ലൈവായിട്ട് അവിടെ കൊണ്ടുവരുന്നു. ഓരോ കർമ്മങ്ങളും ചെയ്ത അതേപോലെ കാണിപ്പിക്കും. രണ്ടാമത്തത്, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങളുടെ പ്രദർശനമാണ്. ഇത് സൂറത്ത് അഹ്ഖാഫില് 20-ാമത്തെ ആയത്തിൽ വയൗമ യുഅറദുൽ ലദീന കഫറൂ അലന്നാരി അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ വസ്തംതഅതും ബിഹാ ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ് വബിമാ കുൻതും തഫ്സുഖൂൻ. ഈ ആയത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നിങ്ങൾ പരിഭാഷ എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കേണ്ടി. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഒരു മാറ്റം പോലെ നമുക്ക് തോന്നും. ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയേ. സൂറത്ത് അഹ്ഖാഫിലെ 20-ാമത്തെ ആയത്ത്. സത്യനിഷേധികൾ നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം, നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അവരോട് പറയപ്പെടും, ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾ പാഴാക്കി കളയുകയും നിങ്ങൾ അവയെ കൊണ്ട് സുഖമനുഭവിക്കുകയും ചെയ്തു. വല്ലാത്തൊരു പ്രയോഗാട്ടോ. അള്ളാഹു നൽകിയ ഒരുപാട് നല്ല വസ്തുക്കൾ അത് പരലോകത്ത് നന്മ കൊയ്യാൻ കാരണമാക്കാതെ അത് ഒഴിവാക്കി കളഞ്ഞു, പാഴാക്കി കളഞ്ഞു. എന്നിട്ടോ വേറെ പല സുഖങ്ങളും നിങ്ങൾ അതുകൊണ്ട് അനുഭവിക്കുകയും ചെയ്തു. നമ്മളൊന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരായത്താണ് സൂറത്ത് അഹ്ഖാഫിലെ 20-ാമത്തെ ആയത്ത്.
എന്നിട്ട് അള്ളാഹ് പറയുകയാണ്, അതിനാൽ ന്യായം കൂടാതെ നിങ്ങൾ ഭൂമിയിൽ അഹംഭാവം നടിച്ചിരുന്നതിന്റെ ഫലമായും നിങ്ങൾ ധിക്കാരം കാണിച്ചതിന്റെ ഫലമായും ഇന്ന് നിങ്ങൾ അപമാനകരമായ ശിക്ഷ പ്രതിഫലമായി നൽകപ്പെടും. അവിടെ അള്ളാഹു പറഞ്ഞ നരകത്തിന്റെ മുമ്പിൽ അവരെ പ്രദർശിപ്പിക്കുക. അപ്പൊ നരകം അവർക്ക് മുമ്പിൽ കാണിക്കുന്ന ഒരു രംഗം, പ്രദർശിപ്പിക്കുന്ന ഒരു രംഗമാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ യഥാർത്ഥത്തിൽ മനുഷ്യന് സംഭവിക്കാനുള്ളത് 2 നഷ്ടമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. 2 നഷ്ടമാണ്. ഇപ്പോ അവിടെ സൂറത്തു അഹ്കാഫില് സൂറത്തു ഹശറിൽ അള്ളാഹു പറയുന്നത്, സൂറത്തു ഷൂറയിൽ അള്ളാഹു പറയുന്നത് വതറാഹും യുഅറദൂന അലൈഹ. ആ യുഅറദൂന അലൈഹ എന്നുള്ള ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനിയോ ഖാശിഈന മിനദ്ദുല്ലി യൻദുറൂൻ. ഖാശിഈന എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയാന്വിതരായി. ഖാദിഈന എന്നാണ് അർത്ഥം. ദുല്ല് എന്ന് പറഞ്ഞാല് നിന്യത എന്നാണ് അർത്ഥം. നിന്യത നിമിത്തം അവര് എന്ത് ചെയ്യും? വിനയാന്വിതരാകും. ചില ആളുകൾ ഈ ആയത്ത് ഓതിയപ്പോ എന്ത് പറഞ്ഞിട്ടുണ്ട് എന്നറിയോ? വതറാഹും യുഅറദൂന അലൈഹ ഖാശിഈൻ. അവിടെ വഖഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താവും? വിനയാന്വിതരായ നിലക്ക് ആ ഒരു നരകത്തിന്റെ മുമ്പിൽ അവരെ പ്രദർശിപ്പിക്കപ്പെടുന്ന രംഗം നിനക്ക് കാണാം. അപ്പൊ ആ ഒരു അവസ്ഥ ആ നരകം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോ അവരുടെ അവസ്ഥയാണ് ഖാശിഈൻ, അതായത് ഖാദിഈൻ, വിനയാന്വിതരായി എന്നർത്ഥം. പിന്നെയോ മിനദ്ദുല്ലി എന്ന് പറഞ്ഞാൽ നിന്യത നിമിത്തം, ബിദ്ദുല്ലി അതായത് വളരെ നിന്യമായ മോശമായ അവസ്ഥയിലായിരിക്കും ആ ഒരു അവസ്ഥയെ അവർ നോക്കിക്കാണുന്നത്, നരകത്തെ അവർ നോക്കിക്കാണുന്നത്. യൻദുറൂൻ, അവരെന്ത് ചെയ്യും? ഖാശിഈന മിനദ്ദുല്ലി യൻദുറൂൻ. അവിടെ മിനദ്ദുല്ലി എന്ന് പറഞ്ഞില്ലേ? മിനദ്ദുല്ലി എന്നുള്ള ആ മിനദ്ദുല്ലി എന്നത് ബിദ്ദുല്ലി എന്നാണ് അർത്ഥം. അതായത് നിന്യത കൊണ്ടവർ നോക്കും, നിന്യത കൊണ്ടവർ നോക്കും. വളരെ നിന്യത കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ആ നരകത്തിനെ, ആ ശിക്ഷയെ അവർ നോക്കിക്കാണുന്നത് എന്നാണ്. പിന്നെയോ മിൻ ത്വർഫിൻ ഖഫി. ഇപ്പൊ നമ്മള് ആ ആയത്തിന്റെ തുടക്കം ആയത്തൊന്നും കാണിക്കണ്ടോ? നോക്കൂ, മിൻ ത്വർഫിൻ ഖഫി എന്ന് പറഞ്ഞാൽ ബിമഅന ഐ യൻദുറൂന ബിത്വർഫിൻ ഖഫി. അവർ അതിനെ നോക്കും. എങ്ങനെ നോക്കും? ഗോപ്യമായ നിലക്ക്, അല്ലെങ്കിൽ ഒളികണ്ണിട്ട് എന്ന് പറയില്ല നമ്മള്, ഒളികണ്ണിട്ടുകൊണ്ടായിരിക്കും അവരത് നോക്കുക. മിൻ ത്വർഫിൻ ഖഫി എന്ന് പറഞ്ഞ വനദുറുഹും മിൻ ഐനിൻ ലഈഫ, വളരെ ബലഹീനമായ ഒരു കണ്ണുകൊണ്ട്. ത്വർഫിൻ എന്ന് പറഞ്ഞാൽ നോട്ടം, കാഴ്ച എന്നൊക്കെയാണ് അർത്ഥം. കാരണം എന്താണ്? ലിഅന്നഹു ലാ യഫ്തഹു ഐനഹു, അവരുടെ കണ്ണ് തുറക്കാൻ അവർക്ക് കഴിയില്ല, അവർ കണ്ണ് തുറക്കൂല. മറ്റൊരു വ്യാഖ്യാനം അതിന് നൽകപ്പെട്ടത് എന്താണ്? വഖാല മുജാഹിദ് മിൻ ത്വർഫിൻ ഖഫി എന്ന് പറഞ്ഞ ഐ ദലീലിൻ ഖാല വഇന്നമാ യൻദുറൂന ബിഖുലൂബിഹിം ലിഅന്നഹും യുഹ്ശറൂന ഉംയ. മറ്റൊരു വ്യാഖ്യാനം അതിൽ എന്താണ്? മിൻ യൻദുറൂന മിൻ ത്വർഫിൻ ഖഫി എന്ന് പറഞ്ഞ അകക്കണ്ണുകൊണ്ടാണ്, അതായത് മനസ്സിന്റെ കണ്ണുകൊണ്ടാണ് അവര് ആ നരകത്തിനെ നോക്കിക്കാണുന്നത്. കാരണം അവരെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് അന്ധന്മാരായിട്ടാണ്. വഅൈനുൽ ഖൽബി തർഫുൻ ഖഫി, ഹൃദയത്തിന്റെ കണ്ണാണ് ഇവിടെ തർഫുൻ ഖഫി, കോപ്യമായ കാഴ്ച കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെ എന്താണ്, ഈ നരകവും അതിലെ ശിക്ഷകളൊക്കെ അവരിങ്ങനെ കാണുമ്പോൾ അവർ വളരെയധികം നിന്യന്മാരും നേരെ തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത ആളുകളായിട്ടായിരിക്കും. അതുകൊണ്ടാണ് എന്തു പറഞ്ഞത്? ലാ യർഫഊന അബ്സാറഹും ലിന്നദിരി റഫ്അൻ താമ. അതാണ് ശരിക്കും അതിന്റെ അർത്ഥം. അവരുടെ കണ്ണ് പരിപൂർണമായി ഇങ്ങനെ ഉയർത്തി നോക്കാൻ അവർക്ക് കഴിയൂല. കാരണം എന്താണ്? ലിഅന്നഹും നാകിസു റൂസ്, അവര്
തല താഴ്ത്തിയവരായിരിക്കും. തല താഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴാ തല താഴ്ത്തുക? എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് തല താഴ്ത്തുക, അല്ലേ? അപ്പം കാരണം ഒരു തല ഉയർത്തി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ശരി, ഇനി അടുത്ത ഭാഗം എന്താണ്? അടുത്ത ഭാഗം വഖാലല്ലദീന ആമനു, വഖാലല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾ പറയും. എന്താ പറയുന്നത്? ഇന്നൽ ഖാസിരീൻ, നിശ്ചയമായും നഷ്ടക്കാർ, അല്ലദീന ഖസിറു അൻഫുസഹും, സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവരാകുന്നു, വ അഹ്ലീഹിം, അവരുടെ സ്വന്തക്കാരെയും നഷ്ടപ്പെടുത്തിയവരാകുന്നു. ഇനി സത്യവിശ്വാസികൾ സ്വർഗത്തുനിന്ന് ഈ നരകത്തിൽ കടക്കാൻ പോകുന്ന ആളുകളുടെ അവസ്ഥ കാണുമ്പോ സത്യവിശ്വാസികൾ ഒരു കാര്യം പറയാണ്. യഥാർത്ഥത്തിൽ നഷ്ടക്കാർ എന്ന് പറഞ്ഞാൽ ഖസിറ എന്ന നഷ്ടപ്പെട്ടു എന്നാണ്, ഖാസിരീൻ എന്ന നഷ്ടക്കാർ എന്നാണ്. നിശ്ചയമായും നഷ്ടക്കാർ ആരാന്നറിയോ? ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം. രണ്ട് നഷ്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ സ്വർഗാവകാശികൾ പറയുന്നത്. രണ്ട് നഷ്ടം. ഏതാണ്? ഒന്നാമത്തെ നഷ്ടം സ്വന്തം തന്നെ നഷ്ടപ്പെട്ടു. അതായത് സ്വന്തത്തെ ശിക്ഷയിലേക്ക് തള്ളിവിട്ട ആളുകൾ, അതാണല്ലോ സ്വന്തത്തെ നഷ്ടപ്പെടുത്തുക. ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു അഅറാഫിൽ അല്ലാഹു പറയുന്നത് കാണാം. ഹൽ യൻദുറൂന ഇല്ലാ തഅവീലുഹു യൗമ യഅതി തഅവീലുഹു യഖൂലു അല്ലദീന നസൂ മിൻ ഖബ്ലു ഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ് ഫഹൽ ലനാ മിൻ ശുഫആ ഫയശ്ഫഉ ലനാ ഔ നുറദ്ദു ഫനഅമൽ. കണ്ടോ, അതിന്റെ അർത്ഥങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതിന്റെ അവസാനം പറയാം, ഇനി നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വല്ല ശുപാർശക്കാരുമുണ്ടോ എന്നവരോട് ചോദിക്കും. അതല്ല, ഞങ്ങളൊന്ന് തിരിച്ചയക്കപ്പെടുമോ എങ്കിൽ ഞങ്ങൾ മുമ്പ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുമായിരുന്നു. തങ്ങൾക്ക് തന്നെ അവർ നഷ്ടം വരുത്തി വെച്ചു. കണ്ടോ, ഖസിറു അൻഫുസഹും, തങ്ങൾക്ക് തന്നെ നഷ്ടം വരുത്തി വെച്ചു. അവർ കെട്ടിച്ചമച്ചിരുന്നതെല്ലാം അവരെ വിട്ട് പോയി കളയുകയും ചെയ്തു. സ്വന്തത്തിന് പരലോകത്ത് വലിയൊരു നഷ്ടം വരുത്തി വെക്കുക. മുമ്പത്തെ ഒരു ആയത്ത് സൂറത്ത് അഹ്കാഫ് നമ്മൾ പറഞ്ഞില്ലേ, എന്തെന്ന്? ദുനിയാവിൽ അള്ളാഹു നൽകിയ നന്മകളെല്ലാം, അതായത് ഒരുപാട് അനുഗ്രഹങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞു. ഇവിടെ ദുനിയാവിൽ പാഴാക്കി കളഞ്ഞതിന്റെ നഷ്ടം വരുന്നത് എവിടെയാണ്? പരലോകത്താണ് എന്നർത്ഥം. ഇനി രണ്ടാമത്തെ നഷ്ടം എന്താണെന്നറിയോ? സ്വന്തക്കാരെ നഷ്ടപ്പെട്ടുക. അതായത് സ്വർഗത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന ഒരുപാട് അഹ്ലുകാരുണ്ട്. ദുനിയാവിൽ അവന്റെ അഹ്ലുകാരുണ്ട്. ആ അഹ്ലുകാരെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പരലോകത്ത് അവരെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. സൂറത്തു സുമറിലെ ഒരായത്ത് ഇതേ സൂറത്തു ഷൂറയിലെ 45-ാമത്തെ ആയത്തിലെ വഖാലല്ലദീന ആമനു, സത്യവിശ്വാസികൾ പറയും എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വാക്ക് ഇവിടെ ശരിക്കും വരുന്നത് കാണാം. ഫഅബ്ദു മാ ശിഅ്തും മിൻ ദൂനിഹി ഖുൽ, പ്രവാചകരെ പറയ, ഇന്നൽ ഖാസിരീൻ, നിശ്ചയമായും നഷ്ടക്കാർ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. നമ്മൾ ഖസാറയെ കുറിച്ചാണ്, നഷ്ടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അള്ളാഹ് പറയുന്നത് സൂറത്തുൽ സുമറിലെ 15-ാമത്തെ ആയത്താട്ടോ അത്. എന്നാൽ നിങ്ങൾ അവന് പുറമെ നിങ്ങൾ ഉദ്ദേശിച്ചതിന് ആരാധന ചെയ്തു കൊള്ളുക. പറയുക ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ, ഇതാണ് നമ്മുടെ സബ്ജക്ട്. പറയുക ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സ്വദേഹങ്ങൾക്കും തങ്ങളുടെ ആളുകൾക്കും നഷ്ടം വരുത്തി വെച്ചവരാരോ അവരത്രേ തീർച്ചയായും നഷ്ടക്കാർ. സ്വന്തത്തിനും സ്വന്തക്കാർക്കും നഷ്ടം വരുത്തി വെച്ചവരാരോ അവരത്രേ ഏറ്റവും. സൂറത്തു സുമറിലെ ഈ ആയത്ത് പലർക്കും കാണാപ്പാടായിരിക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ്, അതു തന്നെയാകുന്നു വ്യക്തമായ നഷ്ടം. ഇപ്പൊ എന്താ നമ്മള് വ്യക്തമായ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ മനസ്സിലാക്കിയത്? ദുനിയാവിൽ അള്ളാഹു കുറെ നന്മ നൽകി. ആ നന്മയിൽപ്പെട്ടതാണ് നമ്മുടെ സ്വത്ത്, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ ഭാര്യ, മക്കൾ, ഇതൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹം. ഇതിനെ പരലോകത്തെ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചില്ല. അതായത് അതുമായി നമ്മൾ ഇടപഴകുമ്പോൾ പരലോക ലാഭത്തിന് വേണ്ടുന്നത് അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല?
നേടിയെടുത്തില്ല. മറിച്ച് നമുക്ക് ഇഷ്ടാന്ന് തോന്നിയതും നമുക്ക് ലാഭമാണെന്ന് തോന്നിയതും നമുക്ക് സുഖമാണ് എന്ന് തോന്നിയതും ഒക്കെ അതുകൊണ്ട് നമ്മൾ ചെയ്തു. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അനന്തരഫലം ഈ എല്ലാ സുഖങ്ങളെയും ഇവിടെ തന്നെ ബാക്കി വെച്ച് നമ്മൾ പരലോകത്തേക്ക് പോയപ്പോ ഇതൊക്കെ നമുക്ക് നഷ്ടം വരുത്തി വെച്ചു എന്നതാണ്. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത്. ഇനി അഹ്ലീഹിം യൗമൽ ഖിയാമ എന്ന് പറയില്ലേ, പരലോകത്ത് അവരുടെ അഹിലുകാർ. അപ്പൊ അവിടെ പരലോകത്തിലുള്ള അഹിലുകാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെയും ചില അഹിലുകാരുണ്ട് യഥാർത്ഥത്തിൽ. ഇപ്പോ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ലഹു മൻസിലാനി. നിങ്ങൾ ഓരോരുത്തർക്കും രണ്ട് സ്ഥാനങ്ങളുണ്ട്. എവിടെ? പരലോകത്ത്. മൻസിലും ഫിൽ ജന്ന വ മൻസിലും ഫിന്നാർ. സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവും, നരകത്തിൽ ഒരു, ഓരോരുത്തർക്കും ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവും, നരകത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവും. ഫഇദാ മാത ഫദഖല അന്നാറ. ഇനി ഒരാൾ മരിച്ചിട്ട് നരകത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവുമല്ലോ, സ്വർഗത്തിലും ഒരുപാട് അനുഗ്രഹം ഉണ്ടാകുമല്ലോ, അവൻ അള്ളാഹു ഒരുക്കി വെച്ച സ്ഥാനം ഉണ്ടാകുമല്ലോ, അവന്റെ സീറ്റ്. വവരിസ അഹ്ലുൽ ജന്നതി മൻസിലഹു. അപ്പൊ എന്ത് ചെയ്യും? ആ നരകത്ത് പോയവന്റെ സ്വർഗത്തിലെ സ്ഥാനം ആ സ്വർഗത്തിൽ പ്രവേശിച്ച അഖിലുകാരന്റെയും ആളുകളെന്റെയും അനന്തരമെടുക്കും. വവരിസ അഹ്ലുൽ ജന്നതി മൻസിലഹു. നരകത്ത് പോയ ആൾക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്ഥാനം അതാർക്ക് അനന്തരമായി കൊടുക്കും? സത്യവിശ്വാസ സ്വർഗത്തിൽ കയറിയ ആളുകൾക്ക്. ഫദാലിക ഖൗലുഹു തആല. ഇതാണ് അള്ളാന്റെ വാക്ക്. ഉലൈക ഹുമുൽ വാരിസൂൻ. സൂറത്ത് മുഅ്മിനൂനിലെ 10-ാമത്തെ. അവർ അനന്തരമെടുക്കുന്നവരാകുന്നു. ഇത് വേറെ വേറെ രൂപത്തിൽ. അപ്പൊ നോക്കൂ, അള്ളാഹു നമുക്ക് സ്വർഗത്തിലൊരു സ്ഥാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ആ സ്ഥാനത്തേക്ക് തന്നെ നമ്മൾ എത്തണം. ആ ടേണായി പോകാൻ പാടില്ല. അങ്ങനെ ടേണായി സ്വർഗത്തിലെ ആ സ്ഥാനവും അഖിലും കിട്ടാതെ പോയ ആളുകളെ നരകത്തിന് മുമ്പ് കൊണ്ടുവരുന്ന ആ രംഗത്തെ കുറിച്ചാണ് ഈ ആയത്തിൽ നമ്മൾ പഠിച്ചത്. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇനി ഈ ഒരു നഷ്ടം മനുഷ്യന്മാർക്ക് സംഭവിക്കുമെന്നത് കൊണ്ട് അള്ളാഹു നേരത്തെ തന്നെ ഉണർത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു നഷ്ടം നിങ്ങളെയും നിങ്ങളുടെ അഹിലുകാരെയും പരലോകത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ദുനിയാവും തന്നെ സൂക്ഷിക്കണം. ഈ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? എന്താണ്? ഏത് സൂറത്തിലാണ്? സൂറത്തു തഹരീമിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്താണ്. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീഹിം നാറ. സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വദേഹങ്ങളെയും നിങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും എന്ത് ചെയ്യണം? മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക. കണ്ടോ? ഇതെന്തിനാണെന്നറിയോ? എത്ര മനസ്സിലാകുന്ന കോലത്തിൽ അള്ളാഹു പറഞ്ഞെന്ന്. പരലോകത്ത് സ്വന്തത്തെയും സ്വന്തക്കാരെയും നഷ്ടപ്പെടുത്തിയവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. എന്നിട്ട് വേറൊരു ആയത്തിൽ നമ്മളോട് പറയാണ്, വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വന്തത്തെയും സ്വന്തക്കാരെയും നരകത്തിലേക്ക് കൊണ്ടുവരരുത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെയും സ്വന്തക്കാരെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കാനുള്ള എല്ലാ പണികളും ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗുണപാഠം, ദുനിയാവ് എന്താണെന്ന് വെച്ചാൽ, ദുനിയാവിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഒരു യാത്രക്കാരന്റെ ഭക്ഷണവും അതേപോലെ തന്നെ വാഹനവും നഷ്ടപ്പെടുന്നത്
ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ഒരാൾക്ക്, ഒരു യാത്രക്കാരന് അവന്റെ ഭക്ഷണവും വാഹനവും നഷ്ടപ്പെടുന്നത് പോലെയാണ് അവന്റെ ഈമാനും അമലും നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞ ഒരാൾക്ക് വാഹനവും അതേപോലെ തന്നെ ഭക്ഷണവും നഷ്ടപ്പെട്ടാൽ എന്താണോ ഉണ്ടാവുക അതേപോലെയാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുക? ദുനിയാവിൽ നിന്ന് ഈമാനും അമലു സ്വാലിഹാത്തും ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ അമലു സ്വാലിഹാത്തും അതേപോലെ തന്നെ നമ്മുടെ ഈമാനും യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികളും സത്യവിശ്വാസിനികളും അന്യോന്യം മിത്രങ്ങളാകുന്നു. അവര് സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 71-ാമത്തെ ആയത്തിലാണ് അതുള്ളത്. അപ്പം പരസ്പരം ഉപകാരമെടുക്കാൻ കഴിയുക. ഇപ്പോ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇണകളെ കൊണ്ട്, നമ്മുടെ കൂട്ടുകാരെ കൊണ്ട്, നമ്മുടെ കുടുംബക്കാരെ കൊണ്ട്, ആ കുടുംബക്കാരെയും കൂട്ടുകാരെയും ഇണകളെയും പരസ്പരം സഹായിക്കാനും അവരെ കൊണ്ട് ഉപകാരമെടുക്കാനും കഴിയാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ഒരാൾക്ക് ജീവിതത്തിൽ ദുനിയാവിൽ വെച്ച് സംഭവിക്കുന്ന നഷ്ടത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഇത് പോനൗട്ടേതുള്ളൂ. എന്താണെന്നറിയോ? ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ ഇണകളെ നമുക്ക് സഹായിക്കാൻ കഴിയാതിരിക്കുക പരലോകത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ കൂട്ടുകാരെ നമുക്ക് സഹായിക്കാതിരിക്കാൻ കഴിയുക, അങ്ങനത്തെ ഒരു അവസ്ഥ, നമ്മുടെ കുടുംബക്കാർക്ക് നമ്മളെ കൊണ്ടൊരു സഹായം ഉണ്ടാവാതിരിക്കുക, ഇത് ഒരു വലിയൊരു നഷ്ടം തന്നെയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇണകൾ, അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന ഇണകളെ കൊണ്ട് നമ്മൾ ഉപകാരം എടുക്കണം. പരലോകത്തേക്ക് വേണ്ടി അവര് നമ്മളെ സഹായിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അവരിൽ നിന്ന് ഉപകാരം എടുക്കണം. കൂട്ടുകാർ, നമ്മുടെ നല്ല കൂട്ടുകാരുണ്ടാവും, ആ കൂട്ടുകാരിൽ നിന്നും പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉപകാരങ്ങൾ അവരിൽ നിന്ന് നമ്മൾ എടുക്കണം. നമ്മൾ അവർ തരട്ടെ എന്ന് പറഞ്ഞ് കാത്തിക്കരുത്. അതേപോലെ തന്നെ നല്ല നല്ല കുടുംബക്കാരുണ്ടാവും നമുക്ക്. ആ കുടുംബക്കാരിൽ നിന്നും പരലോകത്തേക്ക് വേണ്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനും അവരിൽ നിന്ന് കരസ്ഥമാക്കാനും നമുക്ക് കഴിയണം. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ഒരു എക്സ്ക്യൂസ് പറയാൻ ഉണ്ടാവരുത്. എന്തെന്ന്? അവരെനിക്ക് പറഞ്ഞുതരായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളാരും പറഞ്ഞു തന്നില്ലല്ലോ, നിങ്ങളാരും വഴി കാണിച്ചു തന്നില്ലല്ലോ, എനിക്കാരും ഇതൊന്നും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറയരുത്. കാരണം എന്താ? നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഉപകാരം എടുക്കണം. ഇത് എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ വലിയ നഷ്ടം തന്നെയാണ്. അങ്ങനെ ഉപകാരം എടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഏറ്റവും വലിയ ലാഭം. ഒന്ന്, ഉപകാരം എടുക്കാൻ പറ്റണം. രണ്ടാമത്തത് അവരെ സഹായിക്കാൻ പറ്റണം. അപ്പൊ എന്തായി? പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞതുപോലെ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. പരസ്പരം സഹായികൾ, നമ്മൾ സഹായിക്കുകയും ചെയ്യുന്നു, അവരിൽ നിന്നും ഇങ്ങോട്ട് ഉപകാരം എടുക്കുകയും ചെയ്യുന്നു. ഇതാണ് സൂറത്തു തൗബയിലെ 71-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. ഇനി അവസാനമായിട്ട് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്?
ലഹും അദാബും മുഖീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അല, അറിയണേ, ഇന്നല്ലാലിമീന, നിശ്ചയമായും അക്രമികൾ, ഫീ അദാബിൻ മുഖീം. അദാബിൻ മുഖീം എന്ന് പറഞ്ഞാല്, മുഖീം എന്ന് പറഞ്ഞാൽ നിരന്തരമായ, അക്കാമയുക്കീം, അക്കാമുസ്സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സംസ്കാരം നിലനിർത്തുക, നിരന്തരമായത് എന്നാണ് അർത്ഥം. അവർക്ക് മുഖീമായ, എന്നെന്നും നിലനിൽക്കുന്ന ശിക്ഷയാണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാം, സ്വർഗാവകാശികൾ സ്വർഗത്തിലും നരകാവകാശികൾ നരകത്തിലും കടന്നാൽ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ എന്ത് കൊണ്ടുവരും? മരണത്തെ കൊണ്ടുവരും. ജി അബിൽ മൗത്തി. എന്നിട്ടോ എല്ലാ ആളുകളെയും, സ്വർഗാവകാശികളെയും വിളിക്കും, നരകാവകാശികളെയും വിളിച്ചിട്ട് അള്ളാഹു പറയും, യാ അഹ്ലൽ ജന്ന ലാ മൗത്ത്, നിങ്ങൾക്ക് ഇനി മരണല്ല, സ്വർഗാവകാശികളെ മരണല്ല, അത് മുഖീമാണ്. വയാ അഹ്ലന്നാർ, നരകാവകാശികളെ, ലാ മൗത്ത്, നിങ്ങൾക്കും ഇനി മരണല്ല. ഇത് കേൾക്കുമ്പോ ഫയസ്ദാദു അഹ്ലുൽ ജന്നതി ഫറഹൻ ഇലാ ഫറഹ്, ഇനി മരണല്ല എന്ന് കേൾക്കുമ്പോ സ്വർഗാവകാശികൾക്ക് സന്തോഷത്തിന്റെ മേലെ സന്തോഷം. ഫയസ്ദാദു അഹ്ലിൻ നാരി ഹുസ്നൻ ഇലാ ഹുസ്നിഹിം, നരകാവകാശികൾക്ക് സങ്കടത്തിന്റെ മേൽ സങ്കടമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇതേ ഒരു ആയത്ത് സൂറത്ത് തൗബയിലെ 21-ാമത്തെ ആയത്തിലും കാണാം, സ്വർഗാവകാശികളെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ നരകാവകാശികൾക്കാണ് പറഞ്ഞത്, ഇന്നല്ലാലിമീന ഫി അദാബിൻ മുഖീം എന്ന് നരകാവകാശികളെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് നിരന്തരമായ, നിലച്ചു പോകാത്ത, എന്നും നിലനിൽക്കുന്ന ശിക്ഷ. സ്വർഗാവകാശികളെ കുറിച്ച് സൂറത്ത് തൗബയിലെ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം, വജന്നാത്തിൻ ലഹും ഫീഹാ നഈമുൻ മുഖീം, അവർക്ക് എന്നെന്നും നിലനിൽക്കുന്ന നഈമുണ്ട്, അനുഗ്രഹമുണ്ട്. ഇവിടെ നരകാവകാശികളെ കുറിച്ച് പറഞ്ഞു അദാബിൻ മുഖീം, അവർക്ക് എന്നെന്നും നിലനിൽക്കുന്ന ശിക്ഷയാണുള്ളത്. അപ്പൊ ജസ്റ്റ് ആ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടിയും നിങ്ങൾ നോക്കും. വതറാഹും, അവരെ നിനക്ക് കാണാം, യുഅറദൂന, അവർ പ്രദർശിപ്പിക്കപ്പെടും, ഖാശിഈന മിനദ്ദുല്ലി, വളരെയധികം വിനയാന്വിതരായി, ഖാശിഈന എന്ന വിനയപ്പെട്ടവരായി, അദ്ദുല്ല് എന്ന നിന്യതയാൽ, യൻദുറൂന, അവർ നോക്കുകയും ചെയ്യും, മിൻ തർഫിൻ, ദൃഷ്ടിയാൽ, തർഫ് എന്ന ദൃഷ്ടി, ഖഫീൻ എന്ന ഒളിഞ്ഞ ദൃഷ്ടിയാൽ അവർ നോക്കും. വഖാലല്ലദീന ആമനു, അപ്പോൾ സത്യവിശ്വാസികൾ പറയും, ഇന്നൽ ഖാസിരീൻ, നിശ്ചയമായും നഷ്ടക്കാർ, അല്ലദീന ഖസിറൂ, നിശ്ചയമായും ആരാണ്? അല്ലദീന, ഒരു കൂട്ടരാകുന്നു, ഖസിറു, അവർ നഷ്ടപ്പെടുത്തി, അൻഫുസഹും, തങ്ങളെ തന്നെ, വ അഹ്ലീഹിം, അതേപോലെ തന്നെ അവരുടെ ബന്ധക്കാരെയും. അലാ, അല എന്ന അറിയുക, അലാ ഇന്നല്ലാലിമീന, നിശ്ചയമായും അക്രമകാരികൾ, ഫീ അദാബിൻ, ശിക്ഷയിലാകുന്നു, മുഖീം, നിലനിൽക്കുന്ന ശിക്ഷയിലാകുന്നു അക്രമകാരികൾ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അടുത്ത 46-ാമത്തെ ആയത്ത് നമുക്ക് പിന്നീട് പറയാം. അപ്പം ഒന്നുകൂടി ആയത്തിന്റെ അർത്ഥം നോക്കൂ. ആയത്ത് വതറാഹും യുഅറദൂന അലൈഹാ ഖാശിഈന മിനദ്ദുല്ലി യൻദുറൂന മിൻ തർഫിൻ ഖഫീ വഖാലല്ലദീന ആമനു ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ഇന്നദ്ദാലിമീന ഫീ അദാബിൻ മുഖീം, നിന്യതയാൽ കീഴ്തുങ്ങിയവരായിക്കൊണ്ട് അവർ അതിന് നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് നിനക്ക് കാണാം. അപ്പം നരകത്തിന്റെ മുമ്പിൽ പ്രദർശനവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, ശിക്ഷ പ്രദർശിപ്പിക്കുന്നത്, കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുന്നത്, അതേപോലെ തന്നെ നരകം പ്രദർശിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെയോ ഒളികണ്ണിട്ടായിരിക്കും അവർ നോക്കുന്നത്. ആ ഒളികണ്ണിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് കണ്ണുയർത്താൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. അതേപോലെ തന്നെ അവർ അന്ധന്മാരായിരിക്കും, ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടായിരിക്കും അവർ നോക്കുക. കാരണം അന്ധന്മാരായിട്ടായിരിക്കും പരലോകത്ത് ഒരുമിച്ച് കൊടുക്കുക എന്ന വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ടോ വിശ്വസിച്ചവർ പറയും, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ സ്വദേഹങ്ങളും തങ്ങളുടെ സ്വന്തക്കാരും നഷ്ടപ്പെട്ടവരാരോ അവർ തന്നെയാകുന്നു തീർച്ചയായും നഷ്ടക്കാർ. അപ്പൊ നമ്മൾ പറഞ്ഞു, സത്യവിശ്വാസികൾ, സ്വർഗാവകാശികൾ, നരകാവകാശികളെ കുറിച്ച് പറയുന്ന രംഗങ്ങളുണ്ട് ഖുർആനില്.
നരകാവകാശികൾ സ്വർഗാവകാശികളോട് വർത്താനം പറയുന്ന രംഗങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അതേപോലെയുള്ള സംസ്കാരമാണ് സ്വർഗാവകാശികൾ നരകാവകാശികളെ കുറിച്ച് പറയാണ്. യഥാർത്ഥത്തിലുള്ള നഷ്ടക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പൊ യഥാർത്ഥ നഷ്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ വന്നു ദുനിയാവിൽ നമ്മുടെ കൂട്ടുകാരെ സഹായിക്കാൻ, കുടുംബക്കാരെ, ഇണകളെ ഒക്കെ സഹായിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് സഹായം എടുക്കാനും നമുക്ക് കഴിയണം. അത് എടുക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് വലിയ നഷ്ടമാണ്. യഥാർത്ഥത്തിലുള്ള നഷ്ടക്കാർ എന്ന് പറഞ്ഞാൽ പരലോകത്ത് സ്വന്തത്തെയും സ്വന്തക്കാരെയും നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് എന്നതാണ്. അലാ ഇന്ന ളാലിമീന ഫീ അദാബിൻ മുഖീം, അറിയുക തീർച്ചയായും അക്രമികൾ നിരന്തരമായ ശിക്ഷയിലാകുന്നു. അദാബിൻ മുഖീം എന്ന് പറഞ്ഞാൽ നിരന്തരമായ ശിക്ഷ, അത് അവിടെ മുറിഞ്ഞു പോകാത്ത ശിക്ഷയാണ്. അതിന്റെ ഒരു ഹദീസ് നമ്മൾ പറഞ്ഞു, നരകത്തെ അള്ളാഹുവിന്റെയും അവിടെ കൊണ്ടുവന്ന് അർത്ഥകളെയും എന്നിട്ട് അവരോട് പറയും, സ്വർഗാവകാശികളോടും പറയും നരകാവകാശികളോടും പറയും, ഇനി നിങ്ങൾക്ക് മരണമില്ല, നിരന്തരമായി ഖാലിദീൻ ശാശ്വതന്മാരായി ഇവിടെ വസിച്ചു കൊള്ളുക. അപ്പൊ സ്വർഗാവകാശികളുടെ സന്തോഷത്തെക്കുറിച്ചും നരകാവകാശികളുടെ ദുഃഖത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. والحمد لله رب العالمين. السلام عليكم ورحمة الله